നമസ്കാരം, 𝗩𝗶𝗱𝗏 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സഞ്ജയ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേർഡ്പ്രസ് വെബ്സൈറ്റിൻ്റെ സ്പീഡ് എങ്ങനെ ഇൻക്രീസ് ചെയ്യാമെന്നാണ്. സ്പീഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ലോഡ് ആവുന്ന ഒരു സ്പീഡ് ഉണ്ടല്ലോ, ആ ഒരു സ്പീഡ് നമുക്ക് എങ്ങനെ ഇൻക്രീസ് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ വേർഡ്പ്രസ് ഡാഷ്ബോർഡിലേക്ക് ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഉള്ള നമ്മുടെ വെബ്സൈറ്റിൻ്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഒരു സൈറ്റ് യൂസ് ചെയ്ത് നമുക്ക് അതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാം. അതിനായിട്ട് ഗൂഗിളിൽ ചെന്നിട്ട് 𝗔𝗵𝗵𝗆𝗃 എന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, ഈ ആദ്യം വന്നേക്കണ സൈറ്റില്ലേ 𝗔𝗵𝗵𝗆𝗃𝗀, അതാണ് നമ്മുടെ വെബ്സൈറ്റ്. അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമ്മുടെ സൈറ്റിൻ്റെ URL ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ആയിട്ട് ഈ URL ഒന്ന് കോപ്പി ചെയ്തെടുത്തു, അത് ഞാനിവിടെ പേസ്റ്റ് ചെയ്തു. ഇനി ടെസ്റ്റ് യുവർ സൈറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ സൈറ്റിനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കുറച്ച് സമയം എടുക്കും. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രേഡ് C ആണ് കാണിച്ചേക്കുന്നത്. അതുപോലെ പെർഫോമൻസ് 64%. അങ്ങനെ ഇവിടെ കുറച്ച് വാല്യൂസ് നമുക്ക് കാണാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ഉള്ള വാല്യൂസ് നമുക്ക് ഇൻക്രീസ് ചെയ്യണം. അതാണ് നമുക്ക് വേണ്ടത്. ഒരു Bയോ അല്ലെങ്കിൽ Aയിലോ നമുക്ക് എത്തിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യമേ നമ്മുടെ വെബ്സൈറ്റിലേക്ക് എല്ലാം, എന്നിട്ട് ഡാഷ്ബോർഡിലേക്ക് എല്ലാം, എന്നിട്ട് നമുക്കൊരു പ്ലഗിൻ ആഡ് ചെയ്യാനുണ്ട്. അതിനായിട്ട് പ്ലഗിൻസിൽ ആഡ് ന്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പ്ലഗിൻ ഏതാണെന്ന് വെച്ചാൽ W3 എന്നുള്ളൊരു ക്യാഷിംഗ് പ്ലഗിനാണ്. അത് സെർച്ച് ചെയ്യാനായിട്ട് ഞാൻ W3 എന്ന് സെർച്ച് ചെയ്തു. ഓക്കെ, അപ്പോൾ W3 ടോട്ടൽ ക്യാഷ് എന്നുള്ളൊരു പ്ലഗിൻ ഇവിടെ ആദ്യമേ കാണാം. അത് ഞാൻ ഇൻസ്റ്റാൾ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആക്ടിവേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്ലഗിൻ ആക്ടിവേറ്റും ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ പെർഫോമൻസ് എന്നുള്ളൊരു ഓപ്ഷനും കൂടി വന്നിട്ടുണ്ട്. കണ്ടോ, അതാണ് നമ്മുടെ ആ പ്ലഗിൻ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത W3 ടോട്ടൽ ക്യാഷ് എന്നുള്ള ആ പ്ലഗിൻ്റെ ഒരു ഓപ്ഷനാണ് ഈ കാണുന്നത്. ഇതിൽ ഏറ്റവും മേളിൽ പോയ ഡാഷ്ബോർഡ് എന്ന് കാണാം. കണ്ടോ, ആ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ആക്സെപ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇനി അടിയിലേക്ക് വരികയാണെങ്കിൽ കണ്ടോ, ഇവിടെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിൽ ഈ നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇത്രയും ഓപ്ഷൻസ് സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. അതുകൊണ്ട് ആദ്യമേ ഈ പേജ് ക്യാഷ് എന്നുള്ളൊരു ഇതിനായിട്ട് ടെസ്റ്റ് പേജ് ക്യാഷ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് സ്റ്റോറേജ് എൻജിൻസ് കാണിക്കാനുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും സമയം കുറവെടുക്കുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. കണ്ടോ, ഡിസ്ക് എൻഹാൻസ്ഡ് എന്നുള്ള അത് തന്നെയാണ് റെക്കമെൻഡഡ് ആയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇനി അടുത്തത് നമ്മുടെ ഡാറ്റാബേസ് ക്യാഷ് സെറ്റ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് ടെസ്റ്റ് ഡാറ്റാബേസ് ക്യാഷ് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത് തന്നെ എൻജിൻ തന്നെയാണ് ഏറ്റവും ഫാസ്റ്റ്. അതുകൊണ്ട് അത് തന്നെ സെലക്ട് ചെയ്താൽ മതി. എന്നിട്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇനി ഒബ്ജക്റ്റ് ക്യാഷ് ആണ്. അതിന് ടെസ്റ്റ് ഒബ്ജക്റ്റ് ക്യാഷ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിലും നമുക്ക് ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അത് തന്നെ സെലക്ട് ചെയ്തു. എന്നിട്ട് നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇനി ബ്രൗസർ ക്യാഷ് സെലക്ട് ചെയ്യും. ഓക്കെ, ഇത് എനേബിളായിട്ട് കിടക്കുന്നത് ഏറ്റവും സ്പീഡായിട്ടുള്ള ഒരു ക്യാഷ് കൺട്രോൾ ഹെഡറിലാണ്. അതുകൊണ്ട് അതും സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുത്തു. ഓക്കെ, ഇനി ഇവിടെ ലേസി ലോഡ് ഇമേജ് ആണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഇപ്പോൾ നമ്മൾ കയറുമ്പോൾ അതിൽ ഇമേജസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ഇമേജിൻ്റെ അടുത്ത് എത്തുമ്പോഴേ അത് ലോഡായി വരുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഇവിടെ ഒരു ഇമേജ് ഉണ്ടല്ലോ, ഈ ഒരു ഇമേജ്, ഞാൻ ആ ഇമേജിലേക്ക് സ്ക്രോൾ ചെയ്ത് അടിയിൽ എത്തുമ്പോഴേ അത് ലോഡായി വരുള്ളൂ. അപ്പോൾ നമ്മൾ വെബ്സൈറ്റ് ലോഡ് ചെയ്യുമ്പോൾ തന്നെ എല്ലാ ഇമേജും ലോഡായി വരികയാണെങ്കിൽ അത്രയും ടൈം അവിടെ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അത് കുറക്കാനായിട്ട് ലേസി ലോഡ് ഇമേജസ് എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഇമേജിലേക്ക് സ്ക്രോൾ ചെയ്ത് എത്തുമ്പോഴേ അത് ലോഡായി വരുള്ളൂ. അതുവഴി നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൻ്റെ സ്പീഡ് കൂട്ടാൻ പറ്റും. എന്നിട്ട് അത് സെലക്ട് ചെയ്തിട്ട് ഞാൻ നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ശരിയായി. ഇനി ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്യാം.
ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യാഷിംഗ് പ്ലഗിൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് സെറ്റിങ്സിൽ ജനറൽ സെറ്റിങ്സിൽ ചെന്ന് അഡ്വാൻസ്ഡ് കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ അതൊന്നും നമുക്കിപ്പോൾ ആവശ്യമില്ല. ഇനി ചെയ്യേണ്ടത് ഏറ്റവും അടിയിലേക്ക് വന്നിട്ട് ഇവിടെ എക്സ്റ്റൻഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടു, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തിട്ട് ഇതിലിവിടെ കുറച്ച് എക്സ്റ്റൻഷൻസ് കാണിക്കുന്നുണ്ട്. നമ്മൾക്ക് ഇവിടെ ക്ലൗഡ്ഫ്ലെയർ എന്നുള്ള ഈ ഒരു എക്സ്റ്റൻഷൻ ആക്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മുടെ വെബ്സൈറ്റിൽ ക്ലൗഡ്ഫ്ലെയർ ആയിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ആദ്യമേ ചെയ്യണം. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഫ്രീ SSL സർട്ടിഫിക്കറ്റ് എങ്ങനെ നമ്മുടെ വെബ്സൈറ്റിൽ ആഡ് ചെയ്യാന്നുള്ളൊരു വീഡിയോയിൽ ഞാൻ ആ ക്ലൗഡ്ഫ്ലെയർ കംപ്ലീറ്റ് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യണമെന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം, അതുപോലെ തന്നെ ഐ ബട്ടണിലും കൊടുത്തേക്കാം. കാണാത്തവർ അതൊന്ന് ജസ്റ്റ് കണ്ടാൽ മതി, അത് വളരെ എളുപ്പമാണ്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൽ വന്നിട്ട് ഇവിടെ ഈ എക്സ്റ്റൻഷനിൽ ക്ലൗഡ്ഫ്ലെയർ ആക്ടിവേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സ്റ്റൻഷൻ സപ്പോർട്ട് ഈസ് ഓൾവേസ് എനേബിൾഡ്. ഇവിടെ അടിയിൽ നോക്കുകയാണെങ്കിൽ ക്ലൗഡ്ഫ്ലെയർ ആക്ടിവേറ്റും ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ജസ്റ്റ് ഒന്ന് ഞാൻ ലോഡാക്കുകയാണ്. ഓക്കെ, ഇനി ഇത് റീടെസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്. ഇപ്പോൾ C ആണ്, അതുപോലെ തന്നെ പെർഫോമൻസ് 64% ആണ്. ഇതൊന്ന് ഞാൻ റീടെസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ കണ്ടോ നമ്മുടെ ഇത് ഗ്രേഡ് B ആയിട്ടുണ്ട്, അതുപോലെ തന്നെ പെർഫോമൻസ് ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ മുമ്പുണ്ടായിരുന്നതിനേലും ഒരിത്തിരിയും കൂടെ ഇൻക്രീസ് ആയിട്ടുണ്ട്. പക്ഷേ ഇത് A ആകണമെങ്കിലൊക്കെ വളരെ പാടാണ്. A ആക്കാൻ പറ്റില്ല എന്നല്ല, അത് പറ്റും. എന്നാലും A ആക്കാൻ കുറച്ച് കൂടെ നമ്മൾ അതിൽ അഡ്വാൻസ്ഡ് സെറ്റിങ്സിൽ ചെന്നിട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് ഈ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യണില്ല, കാരണം ഒന്നാമതേ അത് കുറച്ച് അഡ്വാൻസ്ഡ് കാര്യങ്ങളാണ്. അത് ചെയ്ത് എങ്ങാനും നമ്മുടെ വെബ്സൈറ്റ് കോളായി പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നോക്കി ചെയ്യണം. അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത്. അത് ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ പണി കിട്ടാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ അതിപ്പോൾ ഈ വീഡിയോയിൽ ചെയ്യണില്ല. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ടെസ്റ്റ് സെർവർ നോക്കുകയാണെങ്കിൽ ഇത് കാനഡ ആണ് ലൊക്കേഷൻ കിടക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇത് ആക്സസ് ചെയ്യുമ്പോൾ ഒരു സ്പീഡും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് നമ്മുടെ ഇന്ത്യ സെർവറിൽ നിന്നാണെങ്കിൽ ഇതിന് സ്പീഡായിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മുടെ വെബ്സൈറ്റ് എങ്ങനെ ലോഡിംഗ് സ്പീഡ് എങ്ങനെ ലോഡിംഗ് സ്പീഡ് എങ്ങനെ ഡിക്രീസ് ചെയ്യാമെന്നായിരുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഡൗട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.